ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ തുണി എടുത്തിരിക്കുന്നത് 3.5 മീറ്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നെക്ക് വിടുത്തും 2.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും ആണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി 3 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ടോട്ടൽ വണ്ണം വേണ്ടത് 16.25 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് അധികമാണ്. കാരണം താഴത്തെ വണ്ണം മാക്സിയുടെ താഴത്തെ വണ്ണമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ഷോൾഡർ വരും, 1/2 ഇഞ്ച് എക്സ്ട്രാ വരും. നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം ഒരു 9-9.5 ഇഞ്ചിൽ നമ്മളിത് ആം ഹോൾഡ് അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം 11.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ കൈക്കുഴി റൗണ്ട് വരുന്നത്. അതുകൊണ്ടാണ് 9-9.5 ഇഞ്ചൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് 11.5 ഇഞ്ചാണ്. ബാക്ക് പീസിൻ്റെ ആണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ചെസ്റ്റ് പീസ് 11.5 ഇഞ്ച് വരും. നമുക്കിതിൻ്റെ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് എക്സ്ട്രാ വരും. ഷോൾഡർ തയ്ച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് കുറയുന്നത് കൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 23 ഇഞ്ചാണ്. 23 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് അതും വരും. നമുക്ക് ഷേപ്പ് വണ്ണം വരുന്നത് 12.25 ഇഞ്ചാണ്. അപ്പോൾ ഇത് പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ടാണ് ഈ ചെസ്റ്റിനെക്കാട്ടും നമുക്ക് കൂടുതൽ ഈ ഷേപ്പിൽ വരുന്നത്. കാരണം ഈ ഷേപ്പ് കറക്റ്റായിട്ടൊരു ഷേപ്പ്ഡ് നൈറ്റി ആയിരിക്കില്ല അത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് വേസ്റ്റ് വണ്ണം വരുന്നത് 14.5 ഇഞ്ചാണ്. ഇഞ്ച് വേസ്റ്റ് വണ്ണവും വരും. അതിനുശേഷം ഏറ്റവും താഴെ വരുന്നത് 16.25 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. അതായത് നമ്മൾ സാധാ ഒരു മാക്സി ചുരിദാറൊക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇനി ഫ്രണ്ട് പീസാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മൊത്തം ലെങ്ത്ത് വരുന്നത് 52 ഇഞ്ചാണ്. 52 ഇഞ്ച് പ്ലസ് എക്സ്ട്രാ 2 ഇഞ്ച് ഇടുന്നുണ്ട്. 2-1.5 ഇഞ്ച് ഇട്ടാൽ മതി. ഇനി ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല ഭാഗത്താണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നല്ലോണം ചോക്ക് തെളിയാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാഗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ചീത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പീസ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നെക്കോടി കട്ട് ചെയ്തെടുക്കാണ്ട് നെക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ പീസിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് ചെയ്താൽ മതി. നമുക്ക് ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്താം. 4.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 ഇഞ്ച് വിടുത്ത്. നമുക്ക് ആ 5 ഇഞ്ച് 2.5 ഇഞ്ചും കൂടി ഒന്ന് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് വേണം നെക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആ ബോക്സിൻ്റെ താഴത്തുനിന്ന് 2 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. നെക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് 5 ഇഞ്ച് ഷോൾഡർ വരും, പ്ലസ് 1/2 ഇഞ്ച് എക്സ്ട്രാ വരും. അതിനുശേഷം 9-9.5 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് താഴത്തുനിന്ന് മുകളിൽ നിന്ന് നമുക്ക് 10.5 ഇഞ്ചാണ് താഴോട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 9-9.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത്. നമുക്ക് ഷോൾഡറിൻ്റെ കൈക്കുഴിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് 6.25 ഇഞ്ചിൽ അതും അടയാളപ്പെടുത്തിയെടുക്കുക. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന 10.5 ഇഞ്ചിലേക്ക് ഇത് ജോയിൻ ചെയ്ത് പോകണം. നമുക്ക് വേറെ കട്ട് ചെയ്ത് മാറ്റാനുള്ള തുണിയാണ്. നമുക്ക് ഈ കളർ തന്നെ വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇതിൽ വരുന്ന പൂവിൻ്റെ ഏതെങ്കിലും കളറ് മുകളിൽ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ തുണിയൊന്നും തികയൂല്ലെങ്കിൽ ഈ മുകളിൽ വരുന്ന ഭാഗം നമുക്ക് ഇതിൽ വരുന്ന പച്ചയോ മഞ്ഞയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളറ് നമുക്ക് ഇതിന് മാച്ചായിട്ടുള്ള കളർ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നമുക്കിതിൽ ഷേപ്പ് നേരത്തെ അടയാളപ്പെടുത്തുന്ന മാതിരി ഷേപ്പ്, ലെങ്ത്ത്, വിഡ്ത്ത്, വേസ്റ്റ് ലെങ്ത്ത്, വിഡ്ത്തൊക്കെ അടയാളപ്പെടുത്താം. അത് നമുക്ക് സെയിം തന്നെയാണ്. 15.5 ഇഞ്ച് 23.5 ഇഞ്ച് വേസ്റ്റും വരും. അതിൻ്റെ ഷേപ്പ് 12.4 ഇഞ്ചും വേസ്റ്റ് വണ്ണം നമുക്ക് 16 ഇഞ്ച് തന്നെയാണ് വരിക. ഇതിലിപ്പോൾ ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് വണ്ണത്തിൽ അടയാളപ്പെടുത്താനുള്ളത് അല്ലെങ്കിൽ ചെസ്റ്റ് അടയാളപ്പെടുത്തൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. കാരണം നമ്മൾ പ്ലേറ്റ് വരുമ്പോൾ 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് മുകളിലത്തെ വെട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ പ്ലേറ്റൊക്കെ വെക്കാനുള്ളത് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതിലൊരു 3 ഇഞ്ചാണ് നമ്മൾ ഈ 3 ഇഞ്ച് കറക്റ്റ് 3 ഇഞ്ച് കൂടിയാണ് നമ്മൾ പ്ലേറ്റ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചിൽ നമ്മൾ നെക്കിൻ്റെ താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി, നെക്കിൻ്റെ വിടുത്തുനിന്ന് അവിടെ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് 5 ഇഞ്ചിലേക്ക് താഴോട്ട് വരച്ചിട്ട് അത് നമുക്കൊന്ന് താഴത്തെ അതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു 3.5 ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ 2 ഭാഗവും അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു അളവ് എടുത്തിരിക്കുന്നത്. ആ കോർണറിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് അളവ് എടുത്തിരിക്കുന്നത്. മറ്റേ ഭാഗവും ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ 5 ഇഞ്ച് താഴോട്ട് വരയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 3.5 ഇഞ്ച് അളവ് നോക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് 2 ഭാഗവും വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ സെയിം പീസൊന്നും വേണമെന്നില്ല, വേറൊരു പീസായാലും മതി. നമുക്കിതിൽ ഒരു സെൻറ്റർ കട്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു 1 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്നൊരു കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ 1 ഇഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് സിബൊക്കെ വരാനുള്ളതാണ്. പിന്നെ ഈ 1 ഇഞ്ചിലാണ് നമ്മൾ പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു 3/4 ഇഞ്ച് കൂടി അത് കഴിഞ്ഞിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിതിന് പ്ലേറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കാം. മറ്റേ തുണി കട്ട് ചെയ്ത് വെച്ച ബാക്കി തുണിയിൽ. അപ്പോൾ ഇതിന് നമ്മൾ ബാക്കി പീസ് നല്ലോണം കട്ട് ചെയ്ത് മാറ്റണം. ബാക്കി മുകളിലോട്ട് വരുന്ന ആ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ് അളവൊക്കെ എടുക്കുന്നത്. ശേഷം നമുക്കിതാ പ്ലേറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്ന ഒരു 3 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 പ്ലേറ്റ് ഇതിനിട്ട് കൊടുക്കണം. ആ 3 ഇഞ്ച് അവസാനിക്കുന്നിടത്തിൽ വേണം 3ാമത്തെ പ്ലേറ്റ് എത്താൻ വേണ്ടിയിട്ട്. ഇനി അതൊരു പിന്ന് കൊണ്ടോ സൂചി കൊണ്ടോ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വെക്കണം. കാരണം അതിനനുസരിച്ച് വേണം നമുക്ക് മുകളിലത്തെ പീസ് വെച്ചിട്ട് ഇനി ചെസ്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിൻ ചെയ്ത് വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ മുകളിലത്തെ പീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി വേണം നമുക്ക് ചെസ്റ്റ് അളവ്, അതായത് 11.5 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഷേപ്പ് അളവൊക്കെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി തന്നെ മതി. കാരണം അത് നമ്മൾ വ്യത്യാസം വരില്ല. ഇതിൽ ചെസ്റ്റ് അളവിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. കാരണം 3 ഇഞ്ച് നമ്മൾ പ്ലേറ്റ് എടുത്തത് കൊണ്ട് തന്നെ അതിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് കറക്റ്റ് 11.5 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തതിന് ശേഷം 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മറ്റേതിൽ എത്രയാണോ നമ്മുടെ തയ്യൽ തുമ്പ് ബാക്ക് പീസിൽ ഇട്ട് കൊടുത്താൽ അതേ അളവ് തന്നെ ഇതിലും തയ്യൽ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെസ്റ്റ് അളവിൽ നിന്ന് നമുക്ക് ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 11.5 ഇഞ്ചാണ് നമ്മളിതിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് അളവ് ഇപ്പം മാർക്ക് ചെയ്തത്. അപ്പോൾ അത് ഈ ചെസ്റ്റിൽ നിന്ന് നമുക്ക് ഷേപ്പിലേക്ക് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കണം. പതിനഞ്ചര ഇഞ്ചാണ്. 15 നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചതാണ്. അതിൻ്റെ വണ്ണം നോക്കുകയാണ് 12.4 ഇഞ്ച് തന്നെയാണ് കറക്റ്റ് വരുന്നത്. നമ്മൾ വലിച്ചു വെച്ച് താഴെ നമുക്ക് വലിച്ചു വെച്ച് നോക്കാവുന്നതാണ്. കാരണം ആദ്യം അടയാളപ്പെടുത്തി വെച്ചത് അതിനെ കൊണ്ട് മുകളിലത്തെ പീസ് നമ്മൾ വലിച്ചു വെച്ചൊന്നും നോക്കരുത്. കറക്റ്റ് ആ പ്ലേറ്റിൻ്റെ മുകളിൽ കൂടി വേണം 11.5 ഇഞ്ച് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് താഴെ 12.4 ഇഞ്ച് അധികം വരുന്നത്. കാരണം മുകളിൽ ആ പ്ലേറ്റ് കൂടി വരുമ്പോൾ എന്തായാലും തുണി കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് താഴത്തേക്ക് നമുക്ക് 12.4 ഇഞ്ച് വരുന്നത്, ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇതിലൊരു 11.5 ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. 11.5 പ്ലസ് 3 ഇഞ്ച് കൂടി വരുന്നുണ്ട്.
അതിന് നമുക്കിത് ജസ്റ്റ് ഒന്ന് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. നമുക്കിതിൽ ബാക്ക് പീസ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ പീസ് ഒന്ന് നമുക്കിത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും ഇത് തയ്ച്ചതിന് നെക്കും പ്ലേറ്റും ഒക്കെ ഇട്ടതിന് ശേഷം എന്തായാലും നമുക്കിത് ഈ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ പീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഇനി നമുക്കിത് ബാക്കിലത്തെ പീസിന് അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താണ് ഈ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ലെങ്ത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. കാരണം അവിടെ ഇവിടെ ജോയിൻ്റ് ഒക്കെ വരുന്നതിനെ കൊണ്ട് എക്സ്ട്രാ കുറച്ചുകൂടി ഒരു 84 ഇഞ്ച് എന്നുള്ളത് ഒരു 85-56 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. തുണി കൂടിപ്പോയാലും കുഴപ്പമില്ല, ലെങ്ത്ത് കുറഞ്ഞു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 10.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ മുകളിൽ 10.5 ഇഞ്ച് നമ്മൾ എടുത്തത് 9.5 ഇഞ്ചേ തയ്ച്ച് വരുമ്പോൾ ഉണ്ടാവുള്ളൂ. നമുക്കിത് കൈ അടയാളപ്പെടുത്ത ഏകദേശം 19.5 ഇഞ്ചാണ് കൈ വരുന്നത്. 19.5 ഇഞ്ച് കൈ വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇനി കൈ തയ്ക്കുന്നതിലും വ്യത്യാസമുണ്ട്. അത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കൈ വെട്ടി വെക്കുന്നതേ ഉള്ളൂ. കയ്യിലൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് ജസ്റ്റ് വെട്ടി വെക്കുന്നതേ ഉള്ളൂ കൈ എങ്ങനെയാണെന്നുള്ളത്. ഒരു 3.5 ഇഞ്ച് തുണി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല വിടുത്തുള്ള തുണിയാണ്. അപ്പോൾ സാധാരണ ഒരു ഹാഫ് കൈയൊക്കെ മതിയെങ്കിൽ നിങ്ങൾക്ക് 3.5 ഇഞ്ചൊന്നും വേണ്ട, 3 ഇഞ്ച് തന്നെ മതിയാവും. 3 ഇഞ്ചല്ല 3 മീറ്റർ തന്നെ മതിയാവും. ഇതിപ്പോൾ 3.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് എന്ന് പറഞ്ഞതാണ് 3.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മീറ്ററൊക്കെ മതിയാവും ചെറിയ കൈയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് മുകളിലത്തെ പീസിന് കണക്കാക്കിയിട്ട് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ നെക്കൊക്കെ തയ്ക്കുന്നത്. ഇത് നല്ല ഭാഗമാണ്, ഇത് തുണിയുടെ നല്ല ഭാഗമാണ്. കാരണം തുണിയുടെ നല്ല ഭാഗത്ത് വേണം നമ്മൾ ആ ഈ ഒരു മാർക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമുക്കിതിന് പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത് പ്ലേറ്റ് വെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എങ്ങനെയാണ് മോഡൽ വരുന്നതെന്ന് കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു 1-1.25 ഇഞ്ച് ഇത് മടക്കി തയ്ക്കുക സ്റ്റിച്ചിങ്ങിലൊക്കെ പോകും. അപ്പോൾ ഏകദേശം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 52 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എത്ര പ്ലേറ്റ് വേണോ അതിനനുസരിച്ച് വേണം ഈ തുണിയുടെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞു പ്ലേറ്റാണ് ഇടുന്നതനുസരിച്ച് നല്ല ഭംഗി കിട്ടും. ഈ പ്ലേറ്റിന് നമുക്ക് വേണമെങ്കിൽ വേറെ തുണിയൊക്കെ എടുക്കാവുന്നതാണ്. ഒറ്റ കളറോ അല്ലെങ്കിൽ വേറെ ഇതിൽ വരുന്ന ഏതെങ്കിലും കളറൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ജോയിൻ ചെയ്തെടുക്കാം.